പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, സെപ്റ്റംബർ 27 വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ പുണ്യവാളൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. ഈ പുണ്യവാളനെ പറയുന്നത് കാരുണ്യത്തിൻ്റെ മധ്യസ്ഥൻ എന്നാണ് പറയുക. നമ്മൾ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 24 കാരുണ്യമാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടി. കുറേ പേർക്കൊക്കെ അതറിയാം. വല്ലാർപാടം പള്ളിയിലെ തിരുനാളാണ്. ഇംഗ്ലീഷിലത് പറയുക അവർ ലേഡി ഓഫ് മേഴ്സി എന്ന് പറയാറുണ്ട്, അവർ ലേഡി ഓഫ് റാൻസം എന്ന് പറയാറുണ്ട്. നമ്മളിന്ന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. എന്നാലത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെച്ചുകൂടെ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹം നടത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പലരും അങ്ങനെയാണ്, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ, മറ്റവൻ്റെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം എന്നൊരു ചിന്ത പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, ദൈവത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ അങ്ങയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ എന്നെ ഉപയോഗിക്കണമേ, ആ ഒരു ചിന്തയോടുകൂടി, ആ ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പാവപ്പെട്ടവരുടെ ആശ്വാസത്തിനും വൈദികരുടെ പരിശീലനത്തിനുമായി വൈദികനായ വിശുദ്ധ വിൻസെൻ്റ് പോളിനെ അപ്പസ്തോലിക സുഹൃതങ്ങളാൽ അങ്ങ് സമ്പൂരിതനാക്കിയല്ലോ.
അതേ ചൈതന്യത്താൽ ഉജ്ജ്വലിച്ച് അദ്ദേഹം സ്നേഹിച്ചത് ഞങ്ങളും സ്നേഹിക്കുവാനും അദ്ദേഹം പഠിപ്പിച്ചത് ഞങ്ങൾ പ്രാവർത്തികമാക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഞാൻ കണ്ണുയർത്തി നോക്കി, അതാ കയ്യിൽ അളവു ചരടുമായി ഒരുവൻ. നീ എവിടെ പോകുന്നു? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ജെറുസലേമിനെ അളന്ന് അതിൻ്റെ നീളവും വീതിയും എത്രയെന്ന് നോക്കാൻ പോകുന്നു. എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതൻ മുന്നോട്ട് വന്നു. അവനെ സ്വീകരിക്കാൻ മറ്റൊരു ദൂതനും വന്നു. അവൻ പറഞ്ഞു, ഓടിച്ചെന്ന് ആ യുവാവിനോട് പറയുക, ജെറുസലേം മനുഷ്യരും മൃഗങ്ങളും പെരുകി കോട്ടയില്ലാതെ ഗ്രാമപ്രദേശങ്ങൾ പോലെ കിടക്കും. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സിയോൻ പുത്രി, പാടിയുല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും. അവർ എൻ്റെ ജനമാകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മളെ പാലിക്കും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മളെ പാലിക്കും. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്നു പറയുവിൻ. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മളെ പാലിക്കും. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു. ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദ ആരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മളെ പാലിക്കും. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും. യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മളെ പാലിക്കും. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മരണത്തെ ഇല്ലാതാക്കുകയും സുവിശേഷത്തിലൂടെ ജീവൻ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവിലേക്ക് മഹത്വം. അക്കാലത്ത് ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിസ്മയഭരിതരായിരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹമുള്ളവരെ,
ഈശോ 3 പ്രാവശ്യമാണ് തൻ്റെ മരണത്തെക്കുറിച്ച്, തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പ്രവചനം നടത്തുക. അപ്പോൾ ഒന്നാമത്തെ പ്രവചനം നടത്തുമ്പോഴും അത് മത്തായിയുടെ സുവിശേഷത്തിൽ അത് പത്രോസ് ഉടനെ തന്നെ പറയും, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും. അപ്പോഴാണ് സാത്താന് നീ മുൻപിൽ നിന്നും പോകൂ എന്ന് പറയുന്നത്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ അത് പറയുന്നില്ല. പക്ഷേ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. അതായത് മരിക്കാൻ പോകുന്ന ഈശോയെ നമ്മൾ അനുഗമിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. ഇനി രണ്ടാമത്തെ പ്രവചനമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. രണ്ടാമതും ഈശോ പറയുക, ഈ വചനം നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർക്കത് മനസ്സിലായില്ല. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടിയില്ല. കാരണം ഇത് മനസ്സിലായില്ല ഈശോയെ മരിക്കാൻ പോകുന്നു. കാരണം അവർക്കതെങ്ങനെ മനസ്സിലാക്കാനാണ്? ഈശോ രോഗശാന്തിയൊക്കെ കൊടുത്ത് കാറ്റിനെയും കടലിനെയും ശാസിച്ച് പിശാചുബാധനെ സുഖപ്പെടുത്തി മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അങ്ങനെ നല്ല സംഭവമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈശോ തന്നെ പറയുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ പിടിക്കപ്പെടും എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലായില്ല. ഇനി മൂന്നാമത് ഈശോ പറയുമ്പോൾ അപ്പോഴും അവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഉടനെ തന്നെ സെബദിപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ്, ഞങ്ങൾക്ക് ഇടതും വലതും ഇരിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് ചോദിക്കുന്നത്. അതായത് മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇടതും വലതും ഇരിക്കണമെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈശോ എന്താണ് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ രഹസ്യം, അതിൻ്റെ ദൈവശാസ്ത്രം, കുംഭസാരത്തിൻ്റെ ദൈവശാസ്ത്രം, അതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ രാവിലെ കുംഭസാരത്തിന് ഇരിക്കുമ്പോഴും ആളുകൾ കുംഭസാരം ഒന്ന് പെട്ടെന്ന് ഒതുക്കിയിട്ട് പ്രാർത്ഥനകൾ പറയുക, അതാണ് അവരുടെ ഇഷ്ടം. പ്രാർത്ഥനകൾ എന്ന് പറയണം, പെട്ടെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനകൾ പറയാം. പക്ഷെ കുംഭസാരത്തിൻ്റെ റോൾ മോഡൽ ധൂർത്തപുത്രനാണ്. ധൂർത്തപുത്രൻ ഒന്നും ചോദിച്ചില്ല, പാപങ്ങൾ മാത്രം പറഞ്ഞു. അവന് പക്ഷേ ചോദിക്കാത്തതെല്ലാം കിട്ടി. അതാണ് കുംഭസാരത്തിൻ്റെ വലിയ റിസൾട്ട്. പലർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ബോധമുള്ള പിള്ളേരുണ്ടല്ലോ, അവർ പരീക്ഷ വരുമ്പോൾ ഒരിക്കൽ കുംഭസാരം നടത്തും. പരീക്ഷയിൽ ഉന്നതമായ വിജയം കിട്ടാൻ വേണ്ടി അവരുടെ പാപങ്ങൾ ഇറക്കി വെച്ച് അത് കർത്താവിൻ്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് അവർ വരും. അവർക്കറിയാം, ചില ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കും അറിയാം കുംഭസാരത്തിൻ്റെ ദൈവശാസ്ത്രം. പക്ഷെ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുപോലെ ഇവർക്ക് മനസ്സിലായില്ല. അവർ ഇടതും വലതും ഇരിക്കാനുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിലും ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രയും. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രയും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഒരു വാക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മോചനദ്രവ്യം അതാണ് ഇന്നത്തെ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ 1605 അദ്ദേഹം ഒരു കടൽ യാത്രയിൽ കടൽ കൊള്ളക്കാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി തടവിലാക്കി. മനുഷ്യത്തടവ് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, മനുഷ്യരെ അടിമകളാക്കി കൊണ്ടുപോവുക. അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് പണിയെടുപ്പിക്കാനും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി 2 വർഷം വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ തടവിലാക്കപ്പെട്ടു. പക്ഷെ പിന്നീട് അവരിങ്ങനെ ആളെ കൈമാറി പോകുമല്ലോ, വിറ്റ് കൈമാറിപ്പോകുമ്പോൾ അങ്ങനെ ഒരാളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അയാളോട് ഈശോയുടെ വചനം പറഞ്ഞ് മാനസാന്തരപ്പെടുത്തി അങ്ങനെ അയാളെയും കൂടി ക്രിസ്ത്യാനിയാക്കി ഇദ്ദേഹം തടവിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മളിന്ന് കാണുന്ന ഫ്രെഡറിക് കോസാനാം ഈ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി രൂപീകരിച്ചു. അപ്പോൾ ഇദ്ദേഹം ആ 2 വർഷക്കാലം ഒരു മോചനദ്രവ്യം പോലെ ആക്കപ്പെട്ടു. മോചനദ്രവ്യം സെപ്റ്റംബർ 24-ാം തീയതി മാതാവിൻ്റെ തിരുനാൾ ഞാൻ പറഞ്ഞില്ലേ, കരുണയുടെ മാതാവ്, വീണ്ടെടുപ്പിൻ്റെ മാതാവ്, വല്ലാർപാടം പള്ളി തിരുനാൾ. അത് ആ മാതാവിനെ പറയുന്ന മറ്റൊരു പേരാണ് അവർ ലേഡി ഓഫ് മേഴ്സി എന്നത് കൂടാതെ അവർ ലേഡി ഓഫ് റാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചനദ്രവ്യം. ഇത് അങ്ങനെ ഒരു തിരുനാൾ സഭയിൽ വരാനൊരു ചരിത്രമുണ്ട്. 1218 എത്രയോ വർഷങ്ങൾക്ക് മുൻപെയാണ്. അപ്പോൾ മാതാവ് ഒരു വിശുദ്ധന്
അദ്ദേഹം പുരോഹിതനല്ല, വിശുദ്ധ പീറ്റർ നൊളാസ്കോ, അങ്ങനൊരു പുണ്യവാളനെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുക്കണം. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കാരനായിരുന്നു ആ വിശുദ്ധ റെയ്മണ്ട് എന്ന ഒരു പുരോഹിതനും അതേസമയം തന്നെ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അത് സ്പെയിനിലാണ് ഈ സംഭവം നടക്കുന്നത്. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ കാര്യം നടക്കുന്നത് അത് ഫ്രാൻസിലാണ്. പക്ഷേ ഇത് സ്പെയിനിലാണ്, ഈ വിശുദ്ധ പീറ്റർ നൊളാസ്കോ. എന്നിട്ട് പ്രത്യേക ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരെ ഇങ്ങനെ മനുഷ്യരെ വിൽക്കുമ്പോൾ അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഇവർ ഭിക്ഷാടനമൊക്കെ നടത്തി പൈസ കൊടുത്ത് മനുഷ്യരെ, തടവിലാക്കപ്പെട്ട അടിമകളായിട്ട് വിൽക്കുന്ന മനുഷ്യരെ ഇവർ പൈസ കൊടുത്ത് വാങ്ങി മോചിപ്പിക്കും. അതാണ് ഇവരുടെ മിഷൻ. അതാണ്. അങ്ങനെ ഒരു റെയ്മണ്ട് നൊണാത്തൂസ് എന്ന് പറഞ്ഞ കുറേ പേരെ ഈ സഭ സ്ഥാപിച്ചപ്പോഴും, അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സഭ സ്ഥാപിച്ചപ്പോൾ കുറേ പേരെ അങ്ങനെ ചേർന്നു, ആ ചൈതന്യം ഉൾക്കൊണ്ട് അങ്ങനെ വന്ന ഒരാളാണ് വിശുദ്ധ റെയ്മണ്ട് നൊണാത്തൂസ്. ആദ്യത്തേത് വിശുദ്ധ പീറ്റർ നൊളാസ്കോ, രണ്ടാമത്തേത് വിശുദ്ധ റെയ്മണ്ട് നൊണാത്തൂസ്. അദ്ദേഹം അമ്മ ഇങ്ങനെ മരിച്ചുപോയി, പ്രസവ സമയം അടുത്തപ്പോൾ അമ്മ മരിച്ചുപോയി. അങ്ങനെ അമ്മ മരിച്ചുപോയ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തെടുത്തതാണ്. അതുകൊണ്ട് ജനിക്കാത്തവൻ എന്ന പേരാണ് നോൺ-നാത്തൂസ്, ജനിക്കാത്തവൻ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവർ ഈ വിശുദ്ധ റെയ്മണ്ട് നൊണാത്തൂസിനോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ഒരു പ്രത്യേക മാധ്യസ്ഥ്യം ഉണ്ടാകുന്നല്ല. അപ്പോൾ ഇവർ ഇങ്ങനെ പണം കൊടുത്ത് അടിമകളെ ഇങ്ങനെ മോചിപ്പിക്കും. അവരുടെ പൈസ തീരുമ്പോൾ അവരെന്ത് ചെയ്യും? പൈസ തീരുമ്പോൾ ഇവർ തന്നെ പോയിട്ട് അടിമയായിട്ട് നിൽക്കും, എന്നിട്ട് ഒരു അടിമയെ മോചിപ്പിക്കും. അതാണ് ഈ സന്യാസ സഭയുടെ, അതാണ് വിമോചനത്തിൻ്റെ മാതാവ്, വീണ്ടെടുപ്പിൻ്റെ മാതാവ്, അവർ ലേഡി ഓഫ് റാൻസം, മോചനദ്രവ്യം. ഇവർ തന്നെ മോചനദ്രവ്യമായിട്ട് അങ്ങനെ വെച്ചു കൊടുത്തുകൊണ്ട് ഒരു അടിമയെ മോചിപ്പിക്കും. ഇതാണ് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സന്യാസ സഭയുടെ ചൈതന്യം. അതാണ് അത്. പിന്നീട് ഗ്രിഗറി 9-ാം പാപ്പ അത് അംഗീകരിച്ചു, ആ സഭയെ അംഗീകരിച്ചു. ഇന്നസെൻ്റ് 22-ാം പാപ്പ അത് സെപ്റ്റംബർ 24-ാം തീയതി അതൊരു തിരുനാളായിട്ട് സഭയിൽ കൊണ്ടാടാൻ തുടങ്ങി. നമുക്ക് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് വീണ്ടെടുപ്പിൻ്റെ മാതാവ്, വിമോചനത്തിൻ്റെ മാതാവ്. ഇന്ന് ഈ കാരുണ്യത്തിൻ്റെ മധ്യസ്ഥൻ വിശുദ്ധ വിൻസെൻ്റ് പോളിനെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുമ്പോൾ മാതാവിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ മാതാവിൻ്റെ ഈ ശനിയാഴ്ച ദിവസം അതുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതാണ് അവരോട് ഈശോ പറഞ്ഞത്. എന്താ? മോചനദ്രവ്യമായി നൽകപ്പെടാനത്രേ. നമ്മുടെ ഈശോ മാതാവൊക്കെ അവർ മോചനദ്രവ്യമായി നൽകപ്പെട്ട് അങ്ങനെ കർത്താവിന് മുമ്പിൽ നിന്നവരാ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വരും, എല്ലാം അങ്ങ് എളുപ്പമാകുമെന്ന് അങ്ങ് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ശിമയോൻ പറയുന്നത്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും, നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അനേകരുടെ രക്ഷയ്ക്കവൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞ ഉടനെ തന്നെ പറയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. അപ്പോൾ മറിയത്തെ ദൈവത്തിൻ്റെ മക്കളുടെ വലിയ നന്മയ്ക്ക് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തുകയാണ്. ഈശോയെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. പക്ഷേ ഈശോ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എന്ന് വേദനയോടെ പ്രാർത്ഥിച്ചു. സ്വന്തം പ്രിയപുത്രൻ രക്തത്തിൽ കുളിച്ചു കിടന്ന് അങ്ങനെ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. സ്വന്തം പുത്രൻ രക്തത്തിൽ കുളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പന് മകൻ്റെ കാര്യമല്ല ആദ്യം നോക്കേണ്ടത്. പക്ഷെ അപ്പൻ ജനത്തിന് വേണ്ടിയിട്ട് പുത്രനെ വിട്ടുകൊടുത്തു. ജനത്തിന് വേണ്ടി പുത്രൻ വരാൻ വേണ്ടി മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറാനിടയാക്കി. അപ്പാ എന്തിനാണപ്പാ എനിക്ക് വാള്, ഞാൻ പ്രസവിച്ചോളാം എന്ന് മാതാവ് ഒന്നും പറഞ്ഞില്ല. ഈ വാളെല്ലാം സ്വീകരിച്ചു. നമ്മളിവിടെ വന്നിരിക്കുന്നത് ലോകത്തിൻ്റെ സുഖങ്ങളും എല്ലാം ഭംഗിയായിട്ടിങ്ങനെ നടക്കണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ഈ മാതാവിനെ തൊട്ടുമൊത്താൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്ക്. അവൻ മൊത്തിയില്ലെങ്കിൽ എനിക്ക് മൊത്തണം. എൻ്റെ ആറ്റിറ്റ്യൂഡൊന്ന് ചിന്തിച്ചേ, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി, എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം. മാതാവ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, ഈശോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, അപ്പാ എനിക്ക് രക്തം വിയർക്കാൻ പറ്റുകയല്ലപ്പാ, എന്നെ വിട്ട് കളഞ്ഞേക്ക്, ഞാൻ പൊക്കോട്ടെ, എന്നെ ഉപയോഗിക്കണ്ട. ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. അങ്ങനെ മോശ പറഞ്ഞു എനിക്ക് വിക്കാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റിയല്ല. അത് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ എനിക്ക് 4-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ നീ എന്നോട് പറഞ്ഞിട്ടും എൻ്റെ വിക്ക് മാറിയിട്ടില്ല.
ഞാൻ പള്ളി വന്നിട്ടും എൻ്റെ കുഞ്ഞ് എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് പോലെ കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ അവൻ അപേക്ഷിച്ചു, കർത്താവേ, ദയവ് ചെയ്ത് മറ്റാരെങ്കിലും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ച് പറഞ്ഞു, നിനക്ക് ലേവ്യനായ അഹറോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു, നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. അതായത് അഹറോനെ കൊടുക്കുകയാണ്, ഇവൻ്റെ വിക്ക് മാറ്റി കൊടുക്കുന്നില്ല. എന്നിട്ട് വീണ്ടും മോശയോട് ദൈവം പറയുകയാണ്, അത് എനിക്ക് എൻ്റെ ജനത്തിൻ്റെ, നീ ഈജിപ്തിലേക്ക് പോവുക, എൻ്റെ ജനം അവിടെ കഷ്ടപ്പെടുകയാണ്, എൻ്റെ ജനം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ അയക്കുന്നത്, എൻ്റെ ജനത്തിന് വേണ്ടിയിട്ടാണ്. കർത്താവ് അത് പുറപ്പാടി പുസ്തകം 3-7 വാക്യമാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കണ്ടു. അതായത് മോശയുടെ വിക്ക് മാറ്റി കൊടുക്കുന്നില്ല, പക്ഷെ ദൈവത്തിന് സങ്കടം ജനത്തിൻ്റെ കരച്ചിലാണ്. വീണ്ടും പറയുകയാണ്, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു, ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നത് ഞാൻ കണ്ടു. അതായത് മോശയുടെ വിക്ക് മാറ്റി കൊടുക്കുന്നില്ല, ദൈവജനത്തിൻ്റെ സങ്കടം കണ്ടിട്ട് ദൈവത്തിന് വളരെ മനസ്സലിവ് തോന്നുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മോശയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ദൈവം ഉപയോഗിച്ചത്, ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് മോചനദ്രവ്യം. ഇന്ന് വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ ആഘോഷിക്കുമ്പോഴും പരിശുദ്ധ മോചനദ്രവ്യത്തിൻ്റെ മാതാവ്, കരുണയുടെ മാതാവിനെ ആഘോഷിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ഞങ്ങളെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ അങ്ങ് ഉപയോഗിക്കണമേ. ദൈവജനത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ വിശ്വാസത്തിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി എന്നെ കർത്താവേ. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിനെ മനസ്സിലാക്കിയിട്ടുള്ളവരും, ദൈവമാരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും, കർത്താവിൻ്റെ കുരിശുമരണത്തിന് ദൈവശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളവരും, കർത്താവിൻ്റെ കരുണയുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളവരും അവർ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ അങ്ങയുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കണം. അതാണ് ഈശോ പ്രാർത്ഥിച്ചത്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം, എന്നെ ഉപയോഗിക്കണമേ. ഇപ്പോൾ നിങ്ങൾ ഇനി ഒന്നും ചോദിക്കരുത്, കർത്താവേ അത് വേണം ഇത് വേണമെന്ന് ചോദിക്കാതെ എന്നെ അങ്ങയുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുകയും ചെയ്യും, നിന്റെ കാര്യം നടക്കുകയും ചെയ്യും. മറിയത്തെയും ഈശോയെയും അങ്ങനെ ഉപയോഗിച്ചു. അതുകൊണ്ട് മറിയത്തെ ഇന്ന് ലോകം മുഴുവൻ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു. ഈശോയുടെ നാമം എല്ലാവരും വിളിച്ച് ഈശോയുടെ മുമ്പിൽ എല്ലാവരും മുട്ടുകുത്തുന്നു. 2 കാര്യവും നടക്കും. നീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടവും നടക്കും, നിന്റെ കാര്യവും നടക്കും. നമുക്ക് ഈ ചിന്ത, വളരെ ഉന്നതമായ ഈ ഒരു ദൈവിക ചിന്ത നമുക്ക് സ്വീകരിക്കാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതാണെന്ന്, മോചനദ്രവ്യമായി തീർന്നതാണെന്ന്, നിന്റെ കാര്യം നോക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഈശോയെ അങ്ങ് മരിച്ചതാണെന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കാൻ കൃപ നൽകണമേ. മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ വാളും മകനെ മടിയിൽ കിടത്തി കരയേണ്ടി വരുന്ന അവസ്ഥകളുമെല്ലാം മുന്നിൽ വന്നു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാൻ മറിയത്തിന് കൃപ കൊടുത്തതുപോലെ ജീവിതത്തിൻ്റെ സഹനങ്ങളെല്ലാം കർത്താവെ അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ മോചനദ്രവ്യമായി ഉപയോഗപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലാക്കാൻ കർത്താവെ എനിക്ക് കൃപ തരണമേ. ആമേൻ. കാട്ടിൽ നുലയും തോണിൽ പോലിൻ ജീവിതവും അലയൂ
സാധനം നൽകാൻ വരേണമേ. കാട്ടിൽ നുളയും തോണിൽ പോലെ ജീവിതം വലയൂ. വേദയിൽ സാധനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ ജീവിതം നൽകുന്നു ഞാനെന്നും ദൈവമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. ദൈവമേ, അനുഷ്ഠിക്കുന്ന ദിവരഹസ്യങ്ങൾ അനുകരിക്കാൻ വിശുദ്ധ വിൻസെന്റ് പോളിനെ അങ്ങ് പ്രാപ്തനാക്കിയല്ലോ. ഈ ബലിയുടെ ചൈതന്യത്താൽ ഞങ്ങളും അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണമായി ഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിശുദ്ധവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നിയ അവിടുന്ന് കന്യകെന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുവവമങ്ങേ മഹിമകളാൽ നിറഞ്ഞുമതേ വെന്തരമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റു ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾ
ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പോഴേ അങ്ങേ മരണമേ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമേറെ രക്തസാക്ഷികളോടും
ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ വിൻസെൻ്റ് പോളിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകളിൽ കണ്ണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകളിൽ കണ്ണിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഗുണിയാണ് എങ്കിൽ സമാധാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി
നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ, അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. രോഗശാന്തികൾ വർഷിക്കണമേ. തടസ്സങ്ങൾ മാറട്ടെ. ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും നാനാജാതി മതസ്ഥരിലേക്കും ദൈവത്തിന്റെ അത്ഭുത ശക്തി നിറയ്ക്കണമേ. രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. കടബാധ്യത മാറട്ടെ. ഭവനങ്ങൾ പൂർത്തിയാകപ്പെടട്ടെ. ദൈവമേ, ജോലി ലഭിക്കട്ടെ. മദ്യപാനം മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന്റെ അനന്ത യോഗ്യത ഈ ദാസിദാസന്മാരിലേക്ക് അങ്ങ് വർഷിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യേക മരിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കൂദാശകളാൽ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിച്ച് അങ്ങേ പുത്രനെ അനുകരിക്കാൻ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ മാതൃകയാൽ ഞങ്ങൾ പ്രചോദിതരാകുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ സഹായവും ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.